അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. സ്നേഹമുള്ള വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും നമ്മെ സദാ നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാത്തരം പ്രയാസങ്ങൾക്കും അള്ളാഹു പൂർണ്ണ പരിഹാരം നൽകുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിക്കാനും അതിനുവേണ്ടി അധ്വാനിക്കാനും ആ വഴിയെ മരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താമസിക്കാൻ നല്ല സൗകര്യമുള്ള വീടുണ്ട്, കൂടെ ജീവിക്കാൻ ഇണയും മക്കളും കുടുംബവുമുണ്ട്, നാലാളോട് പറയാൻ നല്ല ജോലിയുണ്ട്, സമൂഹത്തിൽ വലിയ സ്റ്റാറ്റസ് ഉണ്ട്, നല്ല സാമ്പത്തിക അവസ്ഥയുണ്ട്, ഭൗതികമായ കണക്കുകൂട്ടലുകളിൽ എല്ലാറ്റിലും മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒന്നിലും ഒരു സന്തോഷമില്ല, ഒരു സംതൃപ്തി അനുഭവിക്കാൻ. ഇതൊക്കെ കയ്യിലുണ്ടായിട്ടും ശരിയായ രൂപത്തിൽ ഇതിനെ ഒന്ന് ആസ്വദിക്കാൻ, ഒരു മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നില്ല.
ഈ പുതിയ കാലത്ത് വിശേഷിച്ചും ധാരാളം ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത്. എല്ലാം കയ്യിലുണ്ട്, കൂടെയുള്ള മറ്റാരേക്കാളും കണക്ക് കൂട്ടുമ്പോൾ മുന്നിലാണ്. പക്ഷെ ഒന്നിനെയും വേണ്ട വിധം അനുഭവിക്കാനോ ആസ്വദിക്കാനോ അതിലൊന്നും ഒരു സന്തോഷം കണ്ടെത്താനോ സംതൃപ്തരാകാനോ കഴിയാത്ത ഒരു പ്രതിസന്ധി, അത് പിന്നീട് ആത്മഹത്യയിലേക്കും ഡിപ്രഷനിലേക്കും നിരാശയിലേക്കുമൊക്കെ വഴിമാറുന്ന സാഹചര്യങ്ങൾ. സഹോദരങ്ങളെ, എന്താണ് ചിലപ്പോൾ നമ്മൾ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം? വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളിലൂടെ കടന്നുപോയാൽ, ആ ആയത്തുകളുടെ വിശദീകരണത്തെ മനസ്സിലാക്കിയാൽ, ആ ആയത്തുകളിൽ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായും നമുക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകും. ഇൻഷാ അല്ലാഹ് ആ 2 ആയത്തും വിശദീകരണവും മാത്രമാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൊന്ന് നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായത്തിൻ്റെ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബാ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅ്മലൂൻ. അല്ലാഹു പറയാണ്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ നന്മകൾ പ്രവർത്തിക്കുന്നു, നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നു. വഹുവ മുഅ്മിനുൻ, ആ സൽക്കർമ്മങ്ങൾ അവൻ പ്രവർത്തിക്കുന്നത് അവൻ തികഞ്ഞ വിശ്വാസിയായിക്കൊണ്ടാണ് എങ്കിൽ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ജീവിതം നൽകും ഇഹലോകത്ത്, ഈ ദുനിയാവിൽ. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅ്മലൂൻ, അവർ പ്രവർത്തിച്ചതിന് ആ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ പരലോകത്ത് അല്ലാഹു പ്രതിഫലവും നൽകും. സഹോദരങ്ങളെ, ഈ ഒരായത്തിൽ 2 കാര്യങ്ങൾ ചെയ്താൽ, 2 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് 2 കാര്യം നേടാനാകുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് സത്യവിശ്വാസിയാകണം. 2-ാമത്തത് സൽക്കർമ്മം ചെയ്യണം. ഇത് 2ഉം നമ്മൾ ചെയ്താൽ ഇഹലോകത്ത് സന്തോഷവും പരലോകത്ത് പ്രതിഫലവും ലഭിക്കുമെന്നാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, എന്താണ് ഈ ഇഹലോകത്തെ നല്ല ജീവിതം, സന്തോഷകരമായ ജീവിതം എന്ന് പറഞ്ഞാൽ? ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ പറഞ്ഞത്, അവൻ ഈ ദുനിയാവിൽ അള്ളാഹു നല്ല ഉപജീവനം കൊടുക്കും, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അവന് കഴിയും, അള്ളാഹ്ക്കിഷ്ടമുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യവും സന്ദർഭവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഒരുക്കി കൊടുക്കുമെന്നാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വൽ ഹയാത്തു ത്വയ്യിബ തശ്മലു വുജൂഹർ റാഹത്തി മിൻ അയ്യി ജിഹത്തിൻ കാനത്ത്. ഈ ഹയാത്തു ത്വയ്യിബ എന്ന് പറഞ്ഞല്ലോ, അത് എല്ലാ രംഗത്തും അവന് ലഭിക്കുന്ന ഒരു റാഹത്തായ അവസ്ഥയാണെന്ന്. കുടുംബജീവിതത്തിൽ സന്തോഷം, മക്കളെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു സമാധാനം, ഉള്ളത് കുറച്ചാണെങ്കിലും അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഇത് ഈ ദുനിയാവിൽ കിട്ടും. മരിച്ചു ചെന്ന് പരലോകത്താകട്ടെ വലിയ പ്രതിഫലം അവനെ കാത്തിരിക്കുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിലൊക്കെ കൊടുത്തൊരു ഹദീസാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യദ്ലിമു മുഅ്മിനൻ ഹസന യുഅതാ ബിഹാ ഫിദ്ദുനിയ വയുജ്സാ ബിഹാ ഫിൽ ആഖിറ. ഒരു നന്മയുടെ കാര്യത്തിലും വിശ്വാസിയോട് അല്ലാഹു അനീതി കാണിക്കൂല. ഇവിടെയും അവൻക്ക് അതിൻ്റെ ഗുണം കൊടുക്കും, പരലോകത്തും അവൻ അല്ലാഹു അതിൻ്റെ പ്രതിഫലം കൊടുക്കുന്നതാണ്. എന്നാൽ അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവൻ ചെയ്ത നന്മയാണെങ്കിൽ ഇവിടെ ചില ഗുണങ്ങൾ കിട്ടും, പരലോകത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ ചെയ്യണം.
പക്ഷെ എന്താണ് നമ്മൾ കർമ്മത്തിൻ്റെ അവസ്ഥ? നമ്മൾ ദുനിയാവ് സമാധാനം കിട്ടാനും ദുനിയാവ് സന്തോഷമാകാനും നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയും പോകുമ്പോൾ നമ്മൾ ശരിക്കും സൽക്കർമ്മങ്ങൾ മറക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻകാനത്തി ദുന്യാ ഹമ്മഹു, മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതാണ്. ഒരാളുടെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം ദുനിയാവായാൽ അതിനു വേണ്ടി ഓടുക. നിസ്കരിക്കാൻ സമയമല്ല, ജമാഅത്തുകൾ കിട്ടുന്നില്ല, നന്മകൾ ചെയ്യുന്നില്ല, സ്വതക്കയിൽ ശ്രദ്ധിക്കുന്നില്ല, ജുമുഅക്കൊന്ന് സമയത്ത് വരാൻ നമ്മുടെ മനസ്സ് പാകപ്പെടുന്നില്ല, ദുനിയാവിന് വേണ്ടി ഓടുകയാണ്. ഫറഖല്ലാഹു അലൈഹി അംറഹു, അവൻ്റെ കാര്യങ്ങളൊക്കെ ചിന്നിച്ചിതറിയ അവസ്ഥ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. വജഅല ഫഖറഹു ബൈന ഐനൈ, അവൻ്റെ കണ്ണു മുന്നിൽ ഇങ്ങനെ ദാരിദ്ര്യം അള്ളാഹു ഇട്ടുകൊടുക്കും. വലം യഅതിഹി മിനദ് ദുനിയാ ഇല്ലാ മാ കുതിബ ലഹു, ഇങ്ങനെയൊക്കെ ഓടിയാലും അവന് കണക്കാക്കിയ തുച്ഛമായതല്ലാതെ ഈ ദുനിയാവെന്നൊന്നും അവന് കിട്ടൂല. എന്നാൽ വമൻ കാനത്തിൽ ആഖിറത്തു നിയ്യത്തുഹു, ഒരാളുടെ ലക്ഷ്യവും നിയ്യത്തും പരലോകമായാൽ ജമഅല്ലാഹു അംറഹു, ജമഅല്ലാഹു ലഹു അംറഹു, അവൻ്റെ എല്ലാ കാര്യവും പടച്ചവൻ അവനിങ്ങനെ ശരിയാക്കി കൊടുക്കും. വജഅല ഗിനാഹു ഫീ ഖൽബി, അവൻ്റെ ഹൃദയത്തിൽ ഉള്ള സമാധാനവും സന്തോഷം ഇട്ട് കൊടുക്കും. വഅതതുഹു ദുനിയാ വഹിയ റാഗിമ, അവൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇഹലോകത്തെ കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങോട്ട് ശരിയായി കിട്ടുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ എന്താ ചെയ്യുന്നത്? സന്തോഷം കിട്ടാൻ നിസ്കാരം ഒഴിവാക്കി കച്ചവടം ചെയ്യുക, സന്തോഷം കിട്ടാൻ ജമാഅത്ത് ഒഴിവാക്കി ടൂർ പോവുക. അള്ളാഹ് പറയാണ്, നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കിട്ടിയ ദുനിയാവുന്ന സമയം പിശുക്കി നിങ്ങൾ അള്ളാഹ്ക്ക് കൊടുക്കൂ, അള്ളാഹു നിങ്ങളുടെ എല്ലാ കാര്യവും നന്നാക്കി തരും. അപ്പോൾ സൽക്രമങ്ങൾ പരമാവധി ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ശിർക്ക് ചെയ്ത് ഏലസ് കെട്ടി ഐക്കല്ല് കെട്ടി ഖബറിങ്ങ പോയി പ്രാർത്ഥിച്ച് ജാറത്തിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്ത് ഖബറിലെ പച്ചപ്പട്ടെടുത്ത് ബറക്കത്ത് കിട്ടാൻ വേണ്ടി അത് പുതച്ച് അതിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, എത്ര നിസ്കരിച്ചിട്ട് നോമ്പെടുത്തിട്ടും മനസ്സിന് സമാധാനം കിട്ടൂല. അപ്പോൾ നല്ലത് ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, അത് തൗഹീദ് ശരിയാക്കിക്കൊണ്ട് ചെയ്യുക, ഇഖ്ലാസോടുകൂടി ചെയ്യുക. അള്ളാൻ്റെ വാഗ്ദാനം ഇഹലോകത്ത് നല്ല ജീവിതം, പരലോകത്ത് പ്രതിഫലം. എന്നാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അതാണ് മറ്റൊരായത്ത് സൂറ ത്വാഹയുടെ 124 അള്ളാഹ് പറയാണ്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. വമൻ അഅറദ അൻ ദിക്രി, എന്നെക്കുറിച്ചുള്ള ഉത്ബോധനങ്ങളിൽ നിന്ന്, എൻ്റെ ഉപദേശങ്ങളിൽ നിന്ന്, ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു മഈശതൻ ദൻകാ, അവന് ഇഹലോകത്ത് അള്ളാഹ് കുടുസായ ജീവിതം കൊടുക്കുന്നതാണ്. അള്ളാൻ്റെ ലക്ഷ്യങ്ങൾ മറന്ന്, ദൃഷ്ടാന്തങ്ങൾ മറന്ന്, പടച്ചോൻ പറഞ്ഞത് മറന്ന് തന്നിഷ്ടപ്രകാരം ജീവിച്ചാൽ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അവൻ്റെ ഹൃദയത്തിൻ്റെ വിശാലതയും മനസ്സിൻ്റെ സമാധാനം അള്ളാഹ് എടുത്തു കളയും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ചിലപ്പോൾ അവൻ ജീവിക്കുന്നത് വലിയ സൗകര്യത്തിലായിരിക്കും, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ളത് കഴിക്കാനും ഇഷ്ടമുള്ള വീട്ടിൽ ജീവിക്കാനും ഒക്കെ പറ്റിയ സാഹചര്യം അവനുണ്ടാവും. പക്ഷെ അവൻ്റെ മനസ്സിൽ എപ്പോഴും ആശങ്കയും അസ്വസ്ഥതയും ഉത്കണ്ഠയും അസമാധാനവും സംശയങ്ങളും ആശയക്കുഴപ്പവും ഇതൊക്കെ അള്ളാഹ് നിറച്ചു കൊടുക്കും. കോടികളുണ്ട് കയ്യിൽ, പക്ഷെ മനസ്സിന് സമാധാനമല്ല. അവസാനം ഒരു കയറും തുമ്പിൽ ജീവിതം അവസാനിപ്പിക്കുന്ന മനുഷ്യർ എത്രയുണ്ട് സഹോദരങ്ങളെ. എന്താ പടച്ചോൻ പറഞ്ഞത്? അള്ളാഹ് ജീവിക്കാൻ പറഞ്ഞ ഒരു രീതിയുണ്ട്, അതൊക്കെ വിട്ട് തോന്നിയ പോലെ ജീവിച്ചാൽ പടച്ചോൻ ഇവിടെ തന്നെ അടങ്ങാറാക്കും. കുടുസതയും പ്രയാസവും ഈ ജീവിതത്തിൽ അള്ളാഹ് തരും. പരലോകത്ത് ചെല്ലുമ്പോഴോ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കണ്ണ് കാണാത്ത അവസ്ഥയിലാണ് അവൻ വരിക. എന്നിട്ട് അവൻ പടച്ചവനോട് ചോദിക്കാണ്, ഖാല റബ്ബി ലിമ ഹശർതനീ അഅ്മാ വഖദ് കുന്തു ബസീറാ. പടച്ചവനെ, ഞാൻ എങ്ങനെ ഇപ്പൊ ഒന്ന് കണ്ണ് കാണാത്ത ആളായി? എനിക്ക് നല്ല കാഴ്ച ഉണ്ടായിരുന്നല്ലോ. അള്ളാഹ് പറയാണ്, ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. എൻ്റെ ആയത്തുകൾ കേട്ടപ്പോൾ മനസ്സിലാക്കിയപ്പോൾ നിനക്ക് പറഞ്ഞു തന്നപ്പോൾ നീ അങ്ങനെയായിരുന്നു, ഒക്കെ മറന്നുപോയില്ലേ? നീ അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിപ്പോയില്ലേ? തോന്നിയ പോലെ ജീവിച്ചില്ലേ? ഇന്നേ ദിവസം നീയും മറക്കപ്പെട്ടിരിക്കുന്നു.
ഈ ആയത്തിൽ അള്ളാഹ് എന്താ പറഞ്ഞേ? തോന്നിയ പോലെ ജീവിച്ച, പടച്ചോൻ പറഞ്ഞത് വിട്ട് വസ്ത്രത്തിൽ, ഭക്ഷണത്തിൽ, കച്ചവടത്തിൽ, സമ്പാദ്യത്തിലൊക്കെ നമുക്ക് തോന്നിയ പോലെ, പലിശ ഉണ്ടോ, ഹറാമാണോ, തെറ്റാണോ ഒന്നും നോക്കാതെയാണ് ജീവിക്കുന്നതെങ്കിൽ അവന് ഇവിടെ കുടുസായ, പ്രയാസകരമായ, മനസ്സിന് തൃപ്തിയില്ലാത്തൊരു ജീവിതം ഇവിടെ പടച്ചോൻ തരുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ രണ്ടായത്ത്, ഒന്ന് അള്ളാഹ് പറഞ്ഞത് നല്ല സൽക്കർമ്മങ്ങൾ, നിസ്കാരവും നോമ്പും സ്വതക്കയും സക്കാത്തും ഹജ്ജും. ഇപ്പൊ നോക്കൂ നിങ്ങൾ, അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷ ക്ഷണിച്ച സമയമാണ്. മകളെ കെട്ടിക്കാണ്ട്, ചെറിയ മകൻ കല്യാണം കഴിക്കാണ്ട്, വീടിൻ്റെ മേലക്കെടുക്കാണ്ട്, ഇങ്ങനെയൊക്കെ നിസാര കാരണങ്ങൾ പറഞ്ഞ് ഹജ്ജ് ചെയ്യാൻ ബാധ്യതയുള്ള ആളുകൾ വൈകിപ്പിക്കാൻ. ഇങ്ങനെ നന്മകളൊന്നും ചെയ്യാതിരുന്നാൽ പ്രയാസം. നന്മകൾ നല്ലോണം ചെയ്യുക, തൗഹീദ് ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തുക, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കറ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ജാറവും അക്ബറയും തങ്ങളും ഒരു പുണ്യപുഷ്പങ്ങളും ഒരു അത്തരത്തിലുള്ള ഇടങ്ങളും പുണ്യകേന്ദ്രങ്ങളും എനിക്ക് വേണ്ട, എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് തീരുമാനിച്ച് തൗഹീദ് ക്ലിയറാക്കി നല്ലത് ചെയ്തോ, ഇഹലോകത്ത് നല്ല ജീവിതം, പരലോകത്ത് നിങ്ങൾക്ക് പ്രതിഫലം. ഇവിടെ പടച്ചോൻ പറഞ്ഞത് എല്ലായിടത്തും കാറ്റിൽ പറത്തി വസ്ത്രം ധരിക്കുമ്പോൾ തോന്നിയ പോലെ കാണുന്നതും കേൾക്കുന്നതും തിന്നണതും കുടിക്കണതും കച്ചവടം ചെയ്യണതും വിൽക്കണതും വാങ്ങണതും ഇടപാടുകളും ഒക്കെ തോന്നിയ പോലെ. എല്ലാ പലിശയുണ്ട്, എല്ലാ EMI ഇടപാടും ഉണ്ട്, എല്ലാ തോന്നിയാസങ്ങളും ഉണ്ട്. എവിടെ ഹലാലും ഹറാമും നോക്കാതെ പോകുകയാണോ, കുടുസത തരും. കോടികൾ ബാങ്കിലുണ്ടായിട്ടും മനസ്സനുഭവിക്കുന്ന കുടുസത. ശീതീകരിച്ച 2 നില വീടുണ്ടായിട്ടും മനസ്സനുഭവിക്കുന്ന കുടുസത. നാലാളോട് പറയാൻ നല്ല ബിസിനസ്സും ജോലിയും ഉണ്ടായിട്ടും മനസ്സനുഭവിക്കുന്ന കുടുസത തരും പടച്ചോൻ. ഇവിടെ പരലോകത്ത് കണ്ണുകാണാത്ത അവസ്ഥയിൽ ഇളിഭ്യനായി ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന. അതുകൊണ്ട് ഈ രണ്ടായത്തുകൾ മനസ്സിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. അതിനെ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാനും കാര്യങ്ങൾ എളുപ്പമാക്കാനും നമ്മെ സഹായിക്കും. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹ്ല. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ സഹ്ല, ഒരു എളുപ്പവുമില്ല, ഇല്ലാ മാ ജഅൽതഹു സഹ്ല, നീ എളുപ്പമാക്കിയാലല്ലാതെ, വ അൻത തജ്അലുൽ ഹസന, ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും നീ ആക്കുന്നു, ഇദാ ശിഅ്ത, നീ ഉദ്ദേശിച്ചാൽ സഹ്ല, എളുപ്പമാക്കുന്നു. ഈ പ്രാർത്ഥന നമ്മുടെ പ്രശ്നങ്ങൾ എളുപ്പമാകാനും നമ്മുടെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടാനുമാണ്. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹ്ല. ഇൻഷാ അല്ലാഹ് ഖുതുബ വരുമ്പോൾ അതൊക്കെ കേട്ട് ആവർത്തിച്ചു കേട്ട് നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ഈ പ്രാർത്ഥനകൾ കിട്ടും. ആ പ്രാർത്ഥന പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകുക, നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവുക, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക. തീർച്ചയായും സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പള്ളിയുടെ കളക്ഷനോടൊപ്പം നമുക്ക് മറ്റൊരു കളക്ഷനുണ്ട്. പാലക്കാട് ജില്ലയിലെ മണ്ണാറക്കാട് ചെങ്ങലേരി എന്ന് പറയുന്നൊരു പ്രദേശം. പണ്ട് ബഹുമാന്യനായ സക്കരിയ സുലൈഹി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ ഖണ്ഡനങ്ങൾ നടന്ന ഒരു പ്രദേശം. അവിടെ നമ്മുടെ പ്രവർത്തകർ ഒരു പള്ളിയും മദ്രസയും ഒക്കെ ആയിട്ട് അല്പം സ്ഥലമെടുത്തിട്ടുണ്ട്. അതിന് ഏകദേശം അവർക്ക് 45 ലക്ഷം രൂപ ചെലവാണ്. ഒരു വിശാലമായ പ്രദേശവും നമ്മുടെ പ്രവർത്തകർ കുറവുള്ള സ്ഥലവും ഒരുപാട് സാധ്യതയുള്ള സ്ഥലവുമാണ്. എന്നിട്ടും അവിടെയുള്ള പ്രവർത്തകർ മാത്രം അൽഹംദുലില്ലാ അതിലേക്ക് 30 ലക്ഷം രൂപ കളക്ട് ചെയ്തു. ഇനി 15 വേണം, അതിലേക്ക് 7 രൂപ മറ്റിടങ്ങളിൽ പോയി അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് 8 ലക്ഷം രൂപ വേണം. അപ്പോൾ അവർ ഇന്ന് പുലർച്ചെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും, നമുക്ക് കിട്ടുന്ന വലിയൊരു നേട്ടമാണ് നമ്മൾ പോലും അറിയാത്ത ഒരു സ്ഥലത്തൊരു പള്ളി വന്ന് അവിടെ ആളുകൾക്ക് തൗഹീദ് കിട്ടുന്നൊരു ഇടം വരിക എന്നുള്ളത് ഏറെ പ്രതിഫലമാണ്. അതുകൊണ്ട് നമുക്ക് ബക്കറ്റിലേക്ക് നമ്മുടെ പണം നിക്ഷേപിക്കുക. ഗൂഗിൾ പേ സംവിധാനങ്ങളുണ്ട്. നമുക്ക് റെസിപ്റ്റ് എഴുതാം. ഓഫർ കൊടുത്ത് അവരുടെ നമ്പർ വാങ്ങി
വ്യത്യസ്ത ഘട്ടങ്ങളായി നമുക്കത് തീർക്കാം. ആ നിലക്കൊക്കെ നമ്മുടെ പ്രവർത്തകരെ നമ്മൾ സഹായിക്കണം. ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപ് ആളുകൾ, നല്ല മനസ്സുള്ളവർ നമുക്ക് ചെയ്തു തന്ന സൗകര്യമാണ്. നമ്മളിത് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ കാരണം മറ്റു ഇടങ്ങളിൽ സൗകര്യങ്ങൾ ഉണ്ടാകാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഇന്ന് അസറിന് ശേഷം ബഹുമാനായ നമ്മുടെ സലാം ഹാജിയുടെ വീട്ടിൽ ഗാന്ധിനഗറിൽ സുബൈർ സലഫി നേതൃത്വം നൽകുന്ന ഒരു കുടുംബ സംഗമമുണ്ട്. അതിൽ പങ്കെടുക്കാനും പരമാവധി ആളുകൾ ശ്രദ്ധിക്കുക. അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗികൾക്കെല്ലാം അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അവരെ ആദരിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരിക്കാൻ ഭാഗ്യം കിട്ടുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.